ടിക്കറ്റ് റേറ്റ് കുറഞ്ഞിട്ട് എന്തായാലും ഒരു നാട്ടുപോക്ക് ഉണ്ടാവില്ല. എന്തായാലും നടന്നു പോകാൻ പറ്റൂലല്ലോ. അത് പറ്റില്ല. പിന്നെ നമുക്ക് ചിലവറക്കാൻ പറ്റുന്നത് പർച്ചേസിങ്ങിലാണ്. പർച്ചേസിംഗ് അധികമൊന്നുമില്ല, ചെറിയ ലിസ്റ്റാ. ആ ലിസ്റ്റ് ഒന്ന് വേണ്ടേ? ലിസ്റ്റ് വായിച്ചാ പോരെ? കേക്കട്ടെ നിന്റെ ലിസ്റ്റ്. 1 സോപ്പ്. നല്ല മണമുള്ള സോപ്പ് നാട്ടിൽ കിട്ടും, വെട്ടിക്കോ. ചായപ്പൊടി, പാൽപ്പൊടി. നല്ല കടുപ്പുള്ള ചായപ്പൊടി നാട്ടിലും കിട്ടും, വെട്ടിക്കോ. അപ്പൊ പാൽപ്പൊടി അതും വെട്ടിക്കോ. ഡേറ്റ്സ്, നട്ട്സ്, ബഡ്സ്. ഡേറ്റ്സ്, നട്ട്സ്, ബഡ്സ്. ബാമ്, കൊടാലിത്തൈലം, അക്തർ. വെട്ട് വെട്ട് വെട്ട്. പ്രീമിയം ചോക്ലേറ്റ്സ്. പശുമുട്ടായി, ഉണ്ടമുട്ടായി, ചീപ്പ് ആൻഡ് ബെസ്റ്റ്. ഇതിപ്പോ എന്താ ഇങ്ങനെയാണ് പെട്ടെന്ന് അറിയില്ല കേട്ടോ. കുറേ പൈസയും കൊടുത്ത് പെട്ടി നിറച്ച് എയർപോർട്ടിൽ പോയി വെയിറ്റും കൂടി അതിനും എക്സ്ട്രാ പൈസ കൊടുത്ത് നാട്ടിൽ പോണ പരിപാടിക്ക് ഞാനില്ല. അങ്ങനെയല്ലല്ലോ, കുറച്ചൊക്കെ വെയിറ്റ് കൂടി ടെൻഷൻ അടിച്ച് ഹറിബറായിട്ട് പോകുമ്പോഴല്ലേ നാട്ടിൽ പോണ ഒരു ഫീലുള്ളൂ. ബോഡി ലോഷൻ, ഷാംപൂ, പെർഫ്യൂം. ഞാനേ 2 വർഷം മുന്നേ പോയപ്പോൾ കൊണ്ടേ ലോഷൻ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് എപ്പോഴും വീട്ടിലിരിക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് അറിയില്ല കേട്ടോ. പെട്ടി നിറക്കണമെങ്കിൽ ഈ ടിഷ്യൂ ബോക്സ് കോംബോ കിട്ടും വലുത്, ടിഷ്യൂ റോളും കിട്ടും വലുത്. അത് കുറേ വാങ്ങുക, നിറക്കുക, പെട്ടി നിറയും, വെയിറ്റും കൂടില്ല. കഴിഞ്ഞോ എൻ്റെ ലിസ്റ്റ്? ബാക്കിയുള്ള വായിച്ച പിന്നെ എന്തായാലും വെട്ടും. ഇങ്ങനെയൊക്കെ വെട്ടിക്കുറച്ചാലേ നമുക്ക് നമ്മളെ മെയിൻ സാധനം വാങ്ങാൻ പറ്റുള്ളൂ. വീട്ടിലെ അവസാനത്തെ കല്യാണമാണ്. അല്ല, ഇതൊക്കെ നാട്ടിൽ നിന്ന് വാങ്ങല്ലേ നല്ലത്? ഇവിടുന്ന് കൊണ്ടുപോകുന്ന റിസ്ക് അല്ലേ? ലേഡീസിന് 40 ഗ്രാമോ ജെൻസിന് 20 ഗ്രാമോ നമുക്ക് നാട്ടിലേക്ക് സ്വർണ്ണം കൊണ്ടുപോകാം, കുട്ടികളാണെങ്കിലും. അതും ലീഗലായിട്ട്. ലീഗലാണോ? എന്നാ പിന്നെ ഉറക്കെ പറഞ്ഞൂടെ? പിന്നെ ഇപ്പോൾ നാട്ടിൽ നിന്ന് സ്വർണ്ണം വാങ്ങുന്നേക്കാളും എന്തുകൊണ്ട് ലാഭം UAE നിന്ന് വാങ്ങുന്നതാണ്. 13 മുതൽ 15% വരെ ലാഭിക്കാം. അല്ല, എന്താ വാങ്ങുക? എന്താ അവർക്ക് ഇഷ്ടം? അവർക്ക് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറീസ് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഡയമണ്ട്സിൽ നോക്കാം. അപ്പോൾ നമുക്ക് ഡയമണ്ട്സ്, പ്രീഷ്യസ് ജ്വല്ലറി 3000 എബോ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റൻറ്റ് ക്യാഷ് വൗച്ചർ കിട്ടും. പിന്നെ നമുക്ക് സെലക്റ്റഡ് ചെയിൻസ് ആൻഡ് ബാംഗിൾസിന് 1.99% മേക്കിംഗ് ചാർജേ വരുന്നുള്ളൂ. ഇത് ബില്ല് ചെയ്യാം. ഓക്കെ മാഡം. ഇത്ര ഓഫേഴ്സിലെ സ്ഥിതിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റ് വെട്ടി കുറക്കേണ്ട ആവശ്യമുണ്ടോ? പെങ്ങക്ക് മാത്രമാക്കണ്ട, കൊണ്ടാട്ടിക്ക് ഒരിക്കട്ട് വരണം. എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല. ഇതൊക്കെ ഓക്കെ, പക്ഷെ പെട്ടി നടക്കണം കേട്ടോ.